ഇത് നമ്മുടെ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റുകളാണ്. ഇതൊരു ചാലഞ്ചാണ്. ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ ഓരോ MDമാരുടെയും കഴിവും സാമർഥ്യവും അനുസരിച്ചുള്ള അവരുടെ നടപടികൾ ഉടനെ ആരംഭിക്കണമെന്നതാണ് ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം. പ്രധാനപ്പെട്ട ചില എക്സ്പാൻഷൻ പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് KMML ഓൺഗോയിങ് എക്സ്പാൻഷൻ പ്രോജക്റ്റുകളാണ്. മിക്കവാറും ജൂൺ ജൂലൈ മാസത്തിൽ കമ്മീഷൻ ചെയ്യാൻ പോവാന്ന്. സ്പോഞ്ച് പ്ലാന്റിൻ്റേത് ഡിസംബർ മാസം ആകുമ്പോഴേക്കാണ് ലക്ഷ്യം വെക്കുന്നത്. അതനുസരിച്ച് കാര്യങ്ങൾ പോകുന്നുണ്ട്. മലബാർ സിമെന്റ്സ് ആണ് ഒരു മേജർ എക്സ്പാൻഷൻ പ്രോജക്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ അംഗീകരിച്ചതും ബാക്കി അടുത്ത അവരുടെ ബോർഡ് അപ്രൂവലിന് കിട്ടിയതിന് ശേഷം അതും ഒരു മേജർ പ്രവൃത്തികൾ ഈ വർഷം തന്നെ ആരംഭിക്കേണ്ടതാണ്. KSDP ആരംഭിച്ച പ്രോജക്റ്റ് ഡിസംബർ മാസത്തിലേക്ക് ഒരു ഘട്ടം കഴിയുമെന്ന് പറയുന്നു. അടുത്ത ഘട്ടം അതിനുശേഷം ആലോചിക്കേണ്ടതാണ്. കെല്ല്, ഓട്ടോകാസ്റ്റ്, കോപ്പറേറ്റീവ് മില്ലുകൾ ഇവയുടെ എല്ലാം എക്സ്പാൻഷനും മോഡേണൈസേഷനും ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് ആലോചിക്കാവുന്നതാണ്. ഗവൺമെന്റ് നൽകാൻ പറ്റുന്ന ഫണ്ട് എത്രയുണ്ട് എന്നതിനെ സംബന്ധിച്ചെല്ലാം വിശദമായി ഒരു പരിശോധന നടത്തിയതിനു ശേഷമേ പറയാൻ പറ്റൂ. 50 കോടി രൂപയാണ് പബ്ലിക് സെക്ടർ ഹെഡിൽ നമുക്ക് കിട്ടുന്ന ഫണ്ട്. ഈ കഴിഞ്ഞ വർഷം അതാണ്, ഈ വർഷം അതാണ്. അതുകൊണ്ട് ആ തുക എങ്ങനെ വീതിക്കണം, അതിൽ വൺ ടൈം സെറ്റിൽമെന്റ് പ്രകാരം ബാങ്കുകൾക്ക് കൊടുത്തു തീർക്കാനുള്ള കുറച്ച് ബാധ്യതയുണ്ട്. ബാക്കി തുക മാത്രമേ വീതിക്കാനുണ്ടാവും. ഇവിടെ ആരംഭിക്കുന്ന 8 യൂണിറ്റിന് 125 കോടി രൂപ വേണം. കോമളൂർ സ്പിന്നിംഗ് മില്ലിന് 36 കോടി രൂപ അതിൻ്റെ പുറമേ വേണം. അപ്പം ഇത്രയൊക്കെ ബാധ്യത വരുന്നുണ്ട്. ഗവൺമെന്റ് ഫണ്ട് വലിയ തോതിൽ മോഡേണൈസേഷൻ ഏതെങ്കിലും ഒരു പ്രത്യേക യൂണിറ്റിന് നൽകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പരമാവധി ശ്രമിച്ചു നോക്കാം. ഇതിലൊരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഈ കമ്പനികളുടെ എല്ലാം ഈ പെർഫോമൻസിന്റെ ഒരു പ്രധാന ഘടകം ഗവൺമെന്റ് നൽകുന്ന സപ്പോർട്ടാണ്. ഈ ഗവൺമെന്റ് സപ്പോർട്ട് ഇന്നത്തെ നിലയിൽ തുടരാത്തൊരവസ്ഥ വരുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ കമ്പനി എന്നതിനെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും ഗൗരവമായിട്ട് ആലോചിക്കണം. അത്തരമൊരു സാഹചര്യത്തെയും നേരിടാനുള്ള കരുത്ത് ആർജിക്കുക എന്നതായിരുന്നു ഈ 4 വർഷക്കാലം ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ചെയ്യാൻ ശ്രമിച്ചതും അതാണ്. കുറേ കമ്പനികൾ സ്വയം കരുത്താർജിച്ചിട്ടുണ്ട്. മറ്റു പല കമ്പനികളും ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് വന്നിട്ടില്ല. ട്രഡീഷണൽ സെക്ടറിലെ കമ്പനികളെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒരു അവലോകനം പറയുന്നില്ല. അവർ വലിയ ലാഭം ഉണ്ടാക്കണം എന്നുള്ള താല്പര്യവും ഗവൺമെന്റിനില്ല, അവരുടെ ലക്ഷ്യം അതല്ല. ഉദാഹരണത്തിന് കെൽപ്പ, ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഹാൻഡെക്സ്, ഹാൻഡ്വീവ്, ബാംബു കോർപ്പറേഷൻ, ഇതൊന്നും വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കി ഗവൺമെന്റ് ഡിവിഡൻഡ് കൊടുക്കുന്നു വേണ്ട. അവിടെ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് അവിടുത്തെ വെൽഫെയറിന് തിരിച്ചു കൊടുത്താലും ഗവൺമെന്റിന് ഒരു വിരോധമില്ല. അങ്ങനെ ചെയ്യേണ്ടത്. അത്രയും പാവപ്പെട്ട തൊഴിലാളികളുടെ വെൽഫെയറിന് വേണ്ടി ഉണ്ടാക്കിയ കോർപ്പറേഷനുകളാണ്. മാനുഫാക്ചറിംഗ് സെക്ടറിലെ ഈ കമ്പനികളും ഈ വെൽഫെയർ കമ്പനികളും തമ്മിൽ താരതമ്യമില്ല. വെൽഫെയർ കമ്പനികൾ നഷ്ടം വരുത്താതെ അങ്ങ് പ്രവർത്തിച്ചു പോയാൽ മതി. പിന്നെ അവർ ആ കൂട്ടത്തിൽ ചില ബിസിനസ്സൊക്കെ ചെയ്ത് കാശുണ്ടാക്കി ആ സെക്ടറിലെ എംപ്ലോയീസിന്റെ വെൽഫെയറിന് തന്നെ ചെലവഴിച്ചാലും വളരെ സന്തോഷമാണ്. ഒരിക്കലും ഗവൺമെന്റ് ഡിവിഡൻഡ് കൊടുക്കത്തക്ക നിലയിൽ പ്രോഫിറ്റ് കാണിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഡൈവേഴ്സിഫൈ ചെയ്ത് പരമാവധി ലാഭം ഉണ്ടാക്കി പരമാവധി വരുമാനം ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളുടെ സെക്ടറിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് തിരിച്ചു നൽകുക, ആ നിലയിൽ ചിന്തിക്കുക. കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലുകൾ പേര് കോപ്പറേറ്റീവ് ആണെന്ന് മാത്രമേ ഉള്ളൂ. 98% തുകയും ഗവൺമെന്റ് കൊടുത്തതാണ്. ഒരു 2% മാത്രമേ ഉണ്ടാവും ഈ ഷെയർ ഉടമകളുടെ. അതുകൊണ്ട് അത് മോറോർലെസ് ഒരു പബ്ലിക് സെക്ടർ തന്നെയാണ്. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ PSU ആവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ തവണ നമ്മുടെ കോപ്പറേറ്റീവ് സഹകരണ മേഖലയിലെ 2 പ്രധാനപ്പെട്ട കമ്പനികൾ നഷ്ടത്തിൽ പോയി. അതിൽ ഏറ്റവും വലിയ നഷ്ടം വരുത്തിയത് കണ്ണൂർ കോപ്പറേറ്റീവ് മില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. സീതാറാം മിൽ ഏറ്റവും പഴക്കം ചെന്നൊരു മില്ലെന്ന നിലയിൽ അത് ഇത്തിരി നഷ്ടം വരുത്തിയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷെ കണ്ണൂർ കോപ്പറേറ്റീവ് മില്ല് ഈ നിലയിൽ 2,68,00,000 രൂപ നഷ്ടം വരത്തക്ക നിലയിലേക്ക് പോയത് ഗൗരവമായ പ്രശ്നമാണ്. അങ്ങനെ വരാൻ പാടില്ല. ഇതിനേക്കാൾ മോശമായ അവസ്ഥയിലായിരുന്ന തൃശൂർ കോപ്പറേറ്റീവ് മില്ല്, അതുപോലെ കൊല്ലം കോപ്പറേറ്റീവ് മില്ല്, എനിക്ക് തോന്നുന്നു അവര് സെയിം സ്ഥിതിയാണ്. അപ്പൊ കോപ്പറേറ്റീവ് മില്ലുകളുടെ പ്രവർത്തനത്തിൽ ഈ ഗൗരവമായ പരിശോധന ആവശ്യമാണ്. ഈ നിലയിൽ തുടരാൻ പറ്റില്ല. ടെക്സ്റ്റൈൽ കോർപ്പറേഷന്റെ പ്രവർത്തനത്തിൽ
മാറ്റമുണ്ടായിട്ടുണ്ട്. അത് കുറച്ചുകൂടി ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഇന്നത്തെ നിലയിൽ തുടരാത്ത സ്ഥിതി ഉണ്ടായാലും ഈ കമ്പനികളെല്ലാം പ്രവർത്തിച്ചു പോകാവുന്ന അവസ്ഥ ഉണ്ടാവുക എന്നതാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം. ഇനിയുള്ള 5-8 മാസക്കാലം നിങ്ങൾ സ്വയം ശക്തിപ്പെടാനും പോരായ്മകൾ പരിഹരിക്കാനും കഴിയാവുന്നത്ര കാര്യങ്ങൾ ചെയ്യാൻ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. ഓരോ കമ്പനികളിലും നിലവിലുള്ള വേക്കൻസികൾ എത്രയാണെന്ന് കണ്ടെത്തി അത് ഫില്ലപ്പ് ചെയ്യാനുള്ള നടപടികൾ ഉടനെ ആരംഭിക്കണം. വേക്കൻസികൾക്ക് എഗൻസ്റ്റായി റിട്ടയർ ചെയ്തവരെ തുടരാൻ അനുവദിക്കുന്ന രീതി ഒരിടത്തും പാടില്ല. ഓരോരുത്തരുടെ സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിൽ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ വീണ്ടും അവിടെ തന്നെ വെച്ച് അങ്ങനെ തുടരാവുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകാൻ പാടില്ല. വളരെ അനിവാര്യമായ ചില സന്ദർഭത്തിൽ ചില മാനേജ്മെന്റ് പോസ്റ്റുകളിലോ ടെക്നിക്കൽ പോസ്റ്റുകളിലോ അനിവാര്യമായ ചില ആളുകളെ നമുക്ക് നിലനിർത്തേണ്ടി വന്നേക്കാം. അത് ഒഴിച്ചുകൂടാനാവാത്ത പ്രത്യേകമായ പോസ്റ്റുകളിൽ ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതിയോടുകൂടി. അല്ലാത്തയിടത്ത് ഏതെങ്കിലും ആളുകളെ കാഷ്വൽ, കോൺട്രാക്ട്, ടെമ്പററി എന്നൊക്കെ പറഞ്ഞ് തുടരുന്ന സ്ഥിതി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും അപ്രൂവ്ഡ് സ്ട്രെങ്തിൻ വേക്കൻസി ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം. അതിന് ഗവൺമെന്റ് അംഗീകരിച്ച മാനദണ്ഡ പ്രകാരം വേക്കൻസി ഫില്ലപ്പ് ചെയ്യണം. നേരത്തെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം പ്രകാരം സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്ത കമ്പനികൾ ഇപ്പോൾ മെച്ചപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ റെഡ്യൂസ്ഡ് സ്ട്രെങ്ത് പുനഃസ്ഥാപിക്കേണ്ടതുണ്ടോ, ആവശ്യമുണ്ടോ എന്ന് പരിശോധിച്ച് ആവശ്യമാണെങ്കിൽ ചെയ്യണം. ആവശ്യമില്ലാത്തടത്ത് വെറുതെ ആളെന്ന് വെക്കണ്ട. എന്തെങ്കിലും ഒരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അപ്രൂവ്ഡ് സ്ട്രെങ്ത്തിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലോ റിക്രൂട്ട്മെന്റ് നടത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഒരാളും വേക്കൻസി ബാക്കി വെച്ചേക്കരുത്. വേക്കൻസി ഫില്ലപ്പ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് അംഗീകരിച്ച മാനദണ്ഡ പ്രകാരമായിരിക്കണം. റിസർവേഷൻ തത്വം പാലിച്ചിരിക്കണം. എല്ലാം ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ബാഹ്യ ഇടപെടലുകൾക്കൊന്നും അവസരം ഉണ്ടാവാൻ പാടില്ല. ട്രേഡ് യൂണിയനുകൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ റിക്രൂട്ട്മെന്റിൽ ലിസ്റ്റ് തന്ന് മാനേജ്മെന്റിന് മേൽ പ്രഷർ കൊണ്ടുവരാനുള്ള ഒരവസരം ഉണ്ടാവാൻ പാടില്ല. അതെല്ലാം ഗവൺമെന്റ് അംഗീകരിച്ച മാനദണ്ഡ പ്രകാരം സ്ട്രിക്റ്റ് ആയിട്ട് നടത്തുന്നതിന് നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അടുത്ത വർഷം ആനുവൽ പെർഫോമൻസ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഇതുപോലുള്ള ഒരു കോൺക്ലേവ് ചേരാൻ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. ഈ ഗവൺമെന്റിന്റെ ഒരു കാലാവധി അവസാനിക്കുന്ന സമയത്തായിരിക്കുമല്ലോ നമ്മുടെ മാർച്ച് 31 കഴിഞ്ഞ് വരുന്നത്. ഏപ്രിൽ മാസത്തിലായിരിക്കും മിക്കവാറും ഇലക്ഷൻ. കഴിഞ്ഞ ഇലക്ഷൻ ഏപ്രിലായിരുന്നു. അപ്പം മിക്കവാറും ഡ്യൂ ആവുന്ന ഏപ്രിലായതുകൊണ്ട് ഏപ്രിൽ മെയ് മാസത്തിലായിരിക്കും ഇലക്ഷൻ വരുന്നത്. അപ്പം ഏപ്രിൽ മാസത്തിൽ ഇതുപോലെ മീറ്റിംഗ് കൂടാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നമുക്ക് ഈ 2010-11 6 മാസത്തെ പെർഫോമൻസിനെ ആസ്പദമാക്കി ഒക്ടോബറിലോ നവംബറിലോ ഇതുപോലൊരു മീറ്റിംഗ് ചേരുന്നതിനെ കുറിച്ച് നമുക്ക് തീരുമാനിക്കാം. ഒരു സെപ്റ്റംബർ മാസത്തിൽ ലോക്കൽ ബോഡി സെലക്ഷനായി. അപ്പം അത് കഴിഞ്ഞാൽ ഒക്ടോബറിലോ നവംബറിലോ 6 മാസക്കാലത്തെ റിവ്യൂ നടത്താം. അപ്പം 6 മാസക്കാലത്തെ റിവ്യൂ നടക്കുമ്പോൾ ആ 6 മാസം കഴിഞ്ഞ് പിന്നെയും കമ്പനികളുടെ തലപ്പത്ത് നിങ്ങൾക്ക് തുടരണമെങ്കിൽ 6 മാസക്കാലത്തെ ഈ റിവ്യൂ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ. അതുകൊണ്ട് സർക്കാരിന്റെ അവസാന കാലത്ത് അസുഖകരമായ തീരുമാനമെടുക്കാവുന്ന അവസ്ഥ സൃഷ്ടിക്കരുതെന്ന് വിനയപൂർവ്വം ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുക. അതനുസരിച്ച് പോവുക. പിന്നെ അൺഫോർസീൻ ആയിട്ടുള്ള എന്തെങ്കിലും കാരണം വന്നാൽ അതൊന്നും പ്രശ്നമല്ല. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാവുക, അതെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അല്ലാതെ ഒരു മാനേജ്മെന്റിന്റെ കാരണങ്ങൾ കൊണ്ട് ഏതെങ്കിലും കമ്പനികൾ പെർഫോമൻസ് മോശമാവുകയോ ഉദ്ദേശിച്ച ടാർഗറ്റിലേക്ക് എത്തുകയോ ചെയ്താൽ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടതായിട്ട് വരും. 2009-10 സാമ്പത്തിക വർഷം മെച്ചപ്പെട്ട പെർഫോമൻസ് ഉണ്ടാക്കുന്നതിന് മാനേജ്മെന്റ് നല്ല നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് നിങ്ങളെല്ലാവരെയും ഗവൺമെന്റിന് വേണ്ടി ഞാൻ അനുമോദിക്കുക. ഏറ്റവും നല്ല ലാഭം ഉണ്ടാക്കിയത്, ഏറ്റവും നന്നായി പെർഫോം ചെയ്തത്, കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ബെസ്റ്റ് PSU അവാർഡ് നേടിയവർ, ബെസ്റ്റ് CEO അവാർഡ് നേടാനിടയായിട്ടുണ്ട്. സേഫ്റ്റി അവാർഡ് നേടിയ ഒരു കമ്പനിയെക്കുറിച്ച് നേരത്തെ അവിടെ പറഞ്ഞു. ദേശവ്യാപകമായി കേരളത്തിലെ PSU അച്ചീവ്മെന്റ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന കാര്യവും നിങ്ങളുടെ എല്ലാവരുടെയും എഫർട്ടിന്റെ ഭാഗമായിട്ടാണ്. നാഷണൽ സെമിനാറിൽ കേരളത്തിലെ PSU
നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എല്ലാവരും വളരെ പ്രകീർത്തിച്ച് സംസാരിക്കുകയുണ്ടായി. നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ മെമ്പർമാർ, അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ടോപ്പ് ബ്യൂറോക്രാറ്റ്സ്, മറ്റ് പൊളിറ്റീഷ്യൻസ്, ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ എല്ലാവരും കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ച് നല്ലതാണ് പറഞ്ഞു. ഇതൊരു മാതൃകയാണെന്നും കേരളത്തിൽ അസംഭവ്യമാണെന്ന് കരുതിയിരുന്നത് നടന്നു എന്ന വിധത്തിലെല്ലാം വളരെ ആവേശജനകമായ, പ്രോത്സാഹജനകമായിട്ടാണ് സംസാരിച്ചത്. അതെല്ലാം ആ നിലയിലെത്തിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തർക്കും അതിൽ പങ്കുണ്ട്. അതിന് ഗവൺമെൻറ് നിങ്ങളോട് നന്ദിയുള്ളവരാണ്. കാരണം നമ്മുടെ പൊതുവായ എഫർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വന്നിട്ടുള്ളത് എന്ന കാര്യം ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. അവസാനമായി പത്മകുമാർ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമാക്കാൻ ശ്രമിച്ച ഒരു കാര്യം അവസാനം പറയാൻ കഴിയാതെ പോയത് കമ്പനികളുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ സംബന്ധിച്ചാണ്. അത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു, പക്ഷെ അത് അവസാനം പറയാൻ സമയമുണ്ടായില്ല. എനിക്ക് പത്മകുമാർ ഒരു ഫോർമുലയല്ലേ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഫോർമുല കുറച്ചുകൂടി മുന്നോട്ട് പോയാലും കുഴപ്പമില്ല എന്ന് എൻ്റെ അഭിപ്രായം. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികൾ ചെയ്തേ നോക്കൂ. അവരുടെ സ്വന്തം പ്രദേശത്ത്, സ്വന്തം നാട്ടിനു വേണ്ടി എന്തെങ്കിലും കാണത്തക്ക നിലയിൽ സഹായം ചെയ്യാവുന്ന തീരുമാനങ്ങൾ ഉണ്ടാവണം. മലബാർ സിമൻസ് നേരത്തെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. പുതുശ്ശേരി പഞ്ചായത്ത് സ്ഥലം അനുവദിക്കുകയാണെങ്കിൽ 25 വീടുകൾ നിർമ്മിച്ച് മലബാർ സിമൻസ് വില്ലേജ് എന്ന നിലയിൽ കൊടുക്കാമെന്ന്. പക്ഷേ ആ പഞ്ചായത്തിന് സ്ഥലം കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് വീടുണ്ടാക്കി കൊടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ KMMLനെ സംബന്ധിച്ച് അതിൻ്റെ ജൂബിലി ആഘോഷം നടക്കുമ്പോൾ, ശ്രീനിവാസനായിരുന്നു അന്ന്, ഓർമ്മയുണ്ടോ, അവിടെ വെച്ച് കൊല്ലത്ത് നമുക്ക് വിസിബിളായ എന്തെങ്കിലും ഒന്ന് KMMLന്റെ പേരിൽ നൽകാമെന്ന് നമ്മൾ പരസ്യമായിട്ട് ഓഫർ ചെയ്തതാണ്. ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലമാണ് കൊല്ലം, നേരത്തെ ഒരു പ്രപ്പോസൽ പറഞ്ഞു പോയിട്ടുണ്ട്. കൊല്ലം ജില്ലാ ആശുപത്രിയോടനുബന്ധിച്ച് ഒരു കെട്ടിടം മലബാർ KMMLന്റെ പേരിൽ ട്രോമാ കെയർ ഉൾപ്പെടെയുള്ള ഒരു പ്രോജക്റ്റാണ് അവരുദ്ദേശിക്കുന്നത്. അത് എക്കാലത്തേക്കും ഈ കമ്പനി ഭൂമിയിൽ നിൽക്കുന്നിടത്തോളം കാലം, മനുഷ്യനുള്ളിടത്തോളം കാലം കേരളത്തിലെ ജനങ്ങൾക്ക് ഓർമ്മിക്കത്തക്കതായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ. നമ്മൾ അതിനേക്കാളും വലിയ തുക ഓരോ വർഷവും വിവിധ തരത്തിലുള്ള സുവനീറുകൾക്കും അഡ്വർടൈസ്മെന്റിനും അമ്പലത്തിനും പള്ളിക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം അതാത് മാസം 1 ലക്ഷം, 1.5 ലക്ഷം, 50,000, 30,000 അതങ്ങ് തീർന്നു പോകും. ഇങ്ങനെ ഒന്ന് ചെയ്താൽ ആയിരക്കണക്കിന് രോഗികൾക്ക്, പാവപ്പെട്ടവർക്ക് അതൊരാശ്വാസമായിരിക്കും. കേരളത്തിന് എന്നും ഓർമ്മിക്കത്തക്ക നിലയിലുള്ളൊരു സംഭാവനയായിരിക്കും. ഇതുപോലുള്ള ചില പ്രധാനപ്പെട്ട സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ ഓരോ കമ്പനിയും ഏറ്റെടുക്കണം. പരിസര പ്രദേശത്തുള്ള ജനങ്ങളെ കൂടെ നിർത്തണം. എങ്കിലേ കമ്പനികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. കമ്പനികൾ പ്രവർത്തിക്കുന്നത് മൂലം പരിസരവാസികൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ചിലയിടത്തുണ്ടാവുന്നുണ്ട്. അതെല്ലാം ജനങ്ങളെ കൂടെ നിർത്തി പരിഹാരം കാണുന്നതിന് രാഷ്ട്രീയമായ ഇടപെടൽ ഗവൺമെൻറ് നടത്തുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നുണ്ട്, ട്രേഡ് യൂണിയനുകൾ നടത്തുന്നുണ്ട്. അതൊക്കെ നമ്മൾ കാണാതെ പോരും. അതുകൊണ്ട് ഓരോ കമ്പനികളുടെയും കഴിവിനനുസരിച്ച് സാമൂഹ്യ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഓരോ കമ്പനികളും പ്രോജക്റ്റ് തയ്യാറാക്കണം. അത് ഗവൺമെൻറ്റുമായി ഡിസ്കസ് ചെയ്ത് ഏറ്റവും ഫലപ്രദമായ നിലയിൽ, ഏറ്റവും ഉചിതമായ നിലയിൽ നിർവഹിക്കാൻ കൂടി നിങ്ങൾ സന്നദ്ധമാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും 2010-11 സാമ്പത്തിക വർഷം ഏറ്റവും മെച്ചപ്പെട്ട പെർഫോമൻസ് ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ വീണ്ടും നാം ഒത്തുചേരുമ്പോൾ കേരളത്തിലെ PSU ഇന്ത്യ രാജ്യത്തിന് മാതൃകയാണെന്ന് പറഞ്ഞവരെ നിരാശപ്പെടുത്താത്ത വിധത്തിലുള്ള ഒരു പ്രവർത്തനം നിങ്ങളിൽ നിന്നുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. നമസ്കാരം. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സമഗ്രമാറ്റത്തിനും വളർച്ചയ്ക്കും നേതൃത്വം നൽകിയ ആദരണീയനായ വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ എളമരം കരീം അവരുടെ അവലോകനത്തിനും വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾക്കും നന്ദി. ഇനി കൃതജ്ഞതാ പ്രകാശനമാണ്. ഇതിനായി ഇൻഡസ്ട്രീസ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ സെക്രട്ടറി ശ്രീ ആൽകേഷ് കുമാർ ശർമ്മയെ ക്ഷണിക്കുന്നു.